കേശുവേ ഓ നിന്ന്. എന്തോ പോവാ ഡാ, മണിക്കൂറുകളോളം ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതിന് നിനക്ക് ഒരു കുഴപ്പമില്ല. പടവലത്തുനിന്ന് പോകാൻ പറഞ്ഞാ നിനക്ക് സമയമില്ല, നിനക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ നീ പറയുന്നേ? അല്ല മുമ്മ, ഞാനിപ്പോ ഇന്ന് പടവലത്ത് പോവാൻ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തായിരുന്നല്ലോ. അപ്പൊ എല്ലാരും എന്താ പറഞ്ഞേ, എല്ലാരോടും ഒരുമിച്ച് പോവാന്ന്. അപ്പൊ എല്ലാരോടും ഒരുമിച്ച് പോകുമ്പോ അങ്ങ് പോയാ പോരെ. അല്ലാതെ ഞാൻ ഇന്ന് പോയി പിന്നെ എല്ലാരും കൂടെ പിന്നെ ഒരുമിച്ച് പോയി അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, എല്ലാത്തിനും നിനക്ക് ന്യായം ഉണ്ടല്ലോ. ചേട്ടാ, ഓ കുഴപ്പമില്ലാത്ത അച്ഛൻ ഗേറ്റിന്റെ വെളിയിൽ നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് വെയിലാണ്, മക്കൾ അകത്ത് കയറി പോകാൻ പറഞ്ഞു. അത് നല്ല കാര്യമല്ലേ, വെയിലാണെങ്കിൽ അത്തരം വരണം. സിതുസേ, ഞാനിവിടെ ഉണ്ട്. നമ്മളെ വീടിന്റെ പുറത്തെ ഗേറ്റ് ഇല്ലേ, ഗേറ്റ് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരൂലേ, അപ്പൊ ലെഫ്റ്റ് സൈഡിലൊരു ഷെഡ് ഉണ്ട്, പാറമടരൊക്കെ തൊട്ട് പത്ത്. അവിടെ ഉണ്ട്. നീ ഇങ്ങോട്ടൊന്ന് വാ. വന്നില്ലെങ്കിൽ ഞാൻ പിണങ്ങും. മുമ്മോ, പിന്നെ നമ്മളിപ്പോ പടവലത്തോട്ട് പോകുമ്പോഴേ ഒരു 10-15 ഹൈബ്രിഡ് തെങ്ങ് മേടിച്ചു വെക്കണം കേട്ടാ. ഒന്നാമത് ഇപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന തേങ്ങയുടെ അളവ് കുറവല്ലേ. എടാ, അവിടൊക്കെ മരക്കാലായതുകൊണ്ട് തെങ്ങൊന്നും വെച്ചാൽ ഉണ്ടാവത്തില്ല വച്ചേ. അത് കുഴപ്പമില്ല. നമ്മുടെ തെക്കേപ്പുറത്തെ വാഴപ്പണല്ലേ, അതിന്റെ തൊട്ടടുത്ത് കുറെ സ്ഥലം കിടപ്പുണ്ടല്ലോ. അതോ കപ്പ നടാണെന്ന് വന്ന് വെച്ചിരുന്നല്ലേ, അതെന്തായാലും നടക്കാൻ പോണില്ല. വേണമെങ്കിൽ കപ്പ നടാം. സൈഡിൽ തെങ്ങ് വെച്ചിട്ട് നടുക്ക് കപ്പ നടാം. അമ്മ എവിടെ പോവാ? ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെളിയില് പുറത്തുണ്ട്. എവിടെ ചേട്ടാ? ഈശ്വര, ഇനിയും വരാത്തോണ്ടെങ്ങാനും. ചേട്ടാ, ഈ മനുഷ്യനിത് എവിടെ പോയി കിടക്കുക? സിതുസേ, നിങ്ങളുണ്ടല്ലോ, എവിടെയായിരുന്നു? ഞാൻ തൂണിലും തുരുമ്പിലും ഉണ്ടാകും. നിങ്ങളാരി കീടാണോ? അതെ, നിന്റെ പിന്നാലെ ചുറ്റിപ്പറ്റി നടക്കുന്ന കീടാണു. എന്തൊക്കെ ഈ പറയുന്നത്? നാണാവില്ല ഇങ്ങനെയൊക്കെ പറയാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ആഫ്റ്റർ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റിട്ടയർമെന്റിന് ശേഷമാണ് സത്യം പറഞ്ഞ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ അതിനു മുന്നേ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അങ്ങനെയല്ല. അതിനു മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നാടൊട്ടൊക്കെ ഓടി നടന്ന് പണിയെടുക്കായിരുന്നില്ലേടി. ഞാൻ പോവാത്ത ഇടങ്ങളുണ്ട കേരളത്തില്. അങ്കമാലി, ചാലക്കുടി, ആലുവ, പുനലൂര് എല്ലായിടത്തും ഇങ്ങനെ നടക്കായിരുന്നില്ലേ. അതിനൊക്കെ ശേഷം റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടില് സ്വസ്ഥമായിട്ട് ഇരുന്നപ്പോഴാണ് നിന്റെ സ്നേഹം എന്താണെന്ന് ഞാൻ അനുഭവിച്ചറിയുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലായി. അല്ല, ഇന്ന് രാവിലെ മുതൽ നിങ്ങക്ക് എന്താ പറ്റിയേ? എന്റെ സത്യസന്ധമായ സ്നേഹം അത് നിനക്ക് തിരിച്ചറിയാൻ പറ്റണില്ലേ സീതേ? അതൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഈ പെട്ടെന്ന് വന്ന സ്നേഹത്തിന്റെ കാരണം എന്താന്ന് എനിക്ക് മനസ്സിലാവാത്ത. പെട്ടെന്ന് പറയാനേ, ഞാൻ നമ്മുടെ പഴയ കാലങ്ങളിലേക്കൊക്കെ പോയി. ഞാൻ നിനക്ക് എപ്പോഴും വാങ്ങിത്തരാറുള്ള ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. എന്ത് സാധനം അത്? നീ ഒന്ന് ഗസ് ചെയ്യ്. മുല്ലപ്പൂവാണോ? അല്ല. സാരി? ഏയ്. സ്വർണ്ണവളയാണോ? ഒന്ന് പോസ് ചെയ്തെന്ന്. അല്ലേ? അല്ല. ചെവിത്തോണ്ടി? അയ്യേ, നീ അൺറൊമാൻറ്റിക് ആണല്ലോ. ഇനി നീ ഗസ് ചെയ്യണ്ട. അടുത്ത പറയാൻ പോണത് എന്താണെന്ന് എനിക്കറിയാം. പല്ലൂത്തി. അതിനു മുമ്പ് ഞാൻ സാധനം എടുത്തു തരാം. അവിടെ എന്തായാലും എന്തത്? ഐസ്ക്രീം. ഐസ്ക്രീം മാത്രമല്ല, കോരി തിന്നാൻ കോലും ഉണ്ട്. അതെ, ഈ ഐസ്ക്രീം നീ അങ്ങ് കഴിക്കേ, നിന്റെ മനസ്സൊക്കെ ഒന്ന് അങ്ങ് തണുക്കട്ടെ. അല്ല, മക്കളൊക്കെ അവിടെ ഉള്ളപ്പോഴത്തേനും മോശമല്ല തന്നെ കഴിക്കും. അതൊന്നും നോക്കണ്ട, ഞാൻ സ്നേഹത്തോടെ തരുന്നതാണ്. നീ ആദ്യം കഴിക്കേ. കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല, നീ കഴിക്കേ. ലച്ചു എന്തേലും വിചാരിക്കും അവക്ക് കൊടുക്കാൻ? ആരും ഒന്നും വിചാരിക്കും. പാറു നീ അത് കഴിച്ചേ.
പൊട്ടിയില്ലേ? പൊട്ടി. ചോക്ലേറ്റാ? ആ സീതേ, ഇനി ഞാനൊരു കാര്യം പറയട്ടെ. വഴക്ക് പറയരുത്. ഒരെണ്ണം ഞാനും കഴിക്കും. ഷുഗർ ഒന്നും നോക്കണ്ട. കഴിച്ചോ. എന്നാ വാ, ഇരുന്ന് കഴിക്കാം. സിതുസേ, ആദ്യത്തെ കോര് നിനക്ക്. സൂപ്പറാ. ഇതെന്ത് മര്യാദകേടാണ്. ഞാനൊരു കോര് അങ്ങോട്ട് തന്നു. സ്വാഭാവികമായിട്ട് അടുത്ത കോര് നീ എനിക്ക് തരണ്ടേ? അതല്ലേ നാട്ടു നടപ്പ്. എന്തേലും കണ്ടു കഴിഞ്ഞാല് പിന്നെ എന്നെ മറന്നേക്കണം. മറന്നുപോയതല്ലേ? അതിനെന്താ? ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിക്കുവാണല്ലേ? ഞങ്ങൾക്ക് വേണം ഐസ്ക്രീം. അല്ലടാ.